Okay, hi guys. ഇന്ന് നമ്മൾ ഹംപിയിൽ സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ വിജയ വിട്ടാല ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു ഗൈഡിനെ നോക്കണം. ആൻഡ് ദെൻ എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം എന്തായാലും വിജയ വിട്ടാലയിലേക്ക് ഞങ്ങൾ പോവാണ്. ഫസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹംപിയിലാണ്. The Gajjala Mantapa, bazaar, beautiful step tank, stone car, musical pillar, painting, architecture, all the explain. Minimum of 2 hours you can explain. How much? So this is the what you can plan. You can you have the 2 options. It's like this the buggy. So buggy is the 1 hour you can explain. So by foot and the minimum 2 hours. Buggy. So in the buggy we go everywhere. No, buggy is everywhere is not stop. Only temple stop. By foot is the now going. No, every place you can go into photograph, explaining. How long walking? So that's 900 meters. How much walking rate? So I'm sir. So in the 2,000 rupees, sir, we can explain it. Only for this. So these are not closed. This is the area. So many places. ഓക്കെ, ആക്ച്വലി നമ്മളിപ്പോൾ വിജയ വിട്ടാല ടെമ്പിളിൽ എത്തിയ ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു കോംപ്ലക്സ് സിറ്റി ഏരിയ ആയതുകൊണ്ട് 1000 rupees 2000 പറഞ്ഞു, ബാർഗെയിൻ ചെയ്തൊരു 1000 ആക്കി. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ആക്ച്വലി ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ വെള്ളം, സ്നാക്സ് ഇതൊക്കെ കരുതിയിട്ട് വേണം വരാൻ. അപ്പോൾ എന്തായാലും ഒരു ബാഗിൽ ഇതെല്ലാം ചെയ്യണം. ഇതൊക്കെ കരുതണം. പിന്നെ ഞങ്ങൾ കുറച്ച് പൈസ ATM നിർത്തി കുറച്ച് പൈസ ക്യാഷ് ആയിട്ട് എടുത്ത് നമ്മൾ വെക്കണം. പിന്നെ വേറെന്താ, ദിസ് ഇസ് ദി ബെസ്റ്റ് ക്ലൈമറ്റ്. ഇപ്പോൾ ഡിസംബറിൽ ഏറ്റവും നല്ല സമയം ആക്ച്വലി ഹംപിയിൽ വരാനായിട്ട്. ഓക്കെ, ദിസ് ഇസ് ദി ഗജ്ജാല മണ്ഡപ. ഇവിടെയായിരുന്നു പണ്ടൊക്കെ കല്യാണങ്ങൾ നടന്നിരുന്നു, ഒരുപാട് പണ്ട് കേട്ടോ. ആൻഡ് ഇവിടുത്തെ അല്ലെങ്കിൽ ഉത്സവ മണ്ഡപം അങ്ങനെയും പറയും. ഇവിടുത്തെ ഏതൊരു ഫംഗ്ഷന്, നവംബർ മാസം നടക്കുന്ന ഒരു ഫംഗ്ഷന് ഇവിടെ ഫുൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിരിക്കും ഇത് കാണാൻ. ദിസ് ഇസ് ദി വിട്ടാല ടെമ്പിളിലേക്ക് 800 മീറ്റേഴ്സും കൂടി ഉണ്ട്. ഒരു എന്താ പറയുക, ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ നടക്കണം പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബഗ്ഗി എടുക്കാം. അതാ ഇതുപോലെ ഇരിക്കും ബഗ്ഗീസ്. പക്ഷെ ബഗ്ഗി എടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും സ്റ്റോപ്പ് ചെയ്യില്ല, അതുകൊണ്ടാണ്. ഇതാണ് ബഗ്ഗി. അതിന് വലിയ ഇതൊന്നുമില്ല, പക്ഷെ എന്നാലും നടക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണാം. സോ ഇഫ് യു ക്യാൻ വാക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് നിർത്തി നിർത്തി നമുക്ക് പോവുകയും ചെയ്യാം. നല്ല ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ, അടിപൊളി ക്ലൈമറ്റാണ് ഡിസംബറിൽ. ദൂരെ കാണുന്നില്ല, അതാണ് വാച്ച് ടവർ. പണ്ടത്തെ വാച്ച് ടവർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നിങ്ങനെ ഫ്ലാഗിൽ കാണിക്കുമ്പോൾ ദാറ്റ് യൂസ് ടു ബി എ സൈൻ. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങ് ദൂരെ മുകളിൽ. Next one, Kudiregombe Mandapa. This is the Kudiregombe Mandapa. This is the Vishnu temple. Okay. But now inside is no idol. This is the down floor and the step in the river and the base column everything. After in the top and ceiling, no? Yeah. That's all the new plaster in the column. But inside is the idol is everything destroyed. No? Some is the taking in the archaeology museum. Vishnu temple ആണിത് ബേസിക്കലി. കുറേ എന്താ പറയുക ഐഡൽസ് ഒക്കെ അതിലും നാശമായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി വാർ. ശരിക്കും ഈ ഗൈഡ് പറയുന്ന അനുസരിച്ച് മിനിമം 3 മാസമെങ്കിലും വേണം ഫുൾ ഹംപി കവർ ചെയ്യണം. അത്ര വലിയൊരു പ്ലേസാണ് ആക്ച്വലി ഇത്. കൃഷ്ണദേവരായയുടെ ആ കാലഘട്ടത്തിൽ 4 ഡൈനാസ്റ്റി റൂൾ ചെയ്ത് ഭയങ്കര കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ശരിക്കും നമ്മുടെ യുനെസ്കോൻ്റെ എന്താ പറയുക ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. നമുക്ക് ഇവിടുന്ന് എവിടേക്ക് നോക്കിയാലും നമുക്ക് എന്തൊരു ഭംഗിയാണെന്നറിയോ. പിന്നെ പലരും പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ആക്ച്വലി ഹംപിയിലേക്ക് ഞാൻ വരുമ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നത് റോഡ് മോശമാണ്, ഭയങ്കര ചൂടാണ് എന്നൊക്കെയാണ്. പക്ഷേ ആക്ച്വലി ഞാൻ നേരെ തിരിച്ചാൽ പറയും. ഇപ്പോൾ അതായത് ഈ 2 കൊല്ലം 2018 ആ സമയത്തൊക്കെ ചിലപ്പോൾ റോഡ് മോശമായിരിക്കും. ഇപ്പോൾ അടിപൊളി റോഡാണ് ഫ്രം ബാംഗ്ലൂർ. ആൻഡ് ഓൾസോ ഇപ്പോൾ ഡിസംബർ മാസത്തെ കാലാവസ്ഥ നല്ല കൂൾ ബ്രീസാട്ടോ.
ഇരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഹോർസ് സ്റ്റേബിൾ പോലെ അല്ലേ? പക്ഷെ പണ്ടത്തെ ഒരു ഹോഴ്സിനെ വിൽക്കാനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്. പണ്ടത്തെ ഇന്റർലോക്ക് സിസ്റ്റം ഒക്കെ. ഇപ്പൊ അവര് കമ്പി വെച്ച് അതിന്റെ അകത്ത് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കിയിരിക്കും. Oh, nice. So that time is the ceremony, some is any festival. dipping. So it's all the rainy season time in the water. It's a Pushkarani, Vitala Pushkarani. വിട്ടള പുഷ്കരണി. ഇത് വെള്ളം ദിസ് ഇസ് ആക്ച്വലി ദി ഹോളി വാട്ടർ. ഈ എന്താ പറയാ, ആരതിയൊക്കെ നടത്തി ഒഴുക്കി വിടുന്ന പോലത്തെ കൈൻഡ് ഓഫ് വാട്ടർ. സ്റ്റെപ്സ് കാണുന്നുണ്ട് ഇതിന്റെ അടിയിലേക്ക്. അത് പഴയ മാർക്കറ്റിന്റെ ഒരു ഭാഗമായിരുന്നു ആ സൈഡിൽ കാണുന്നത്. ഇതിന്റെ കംപ്ലീറ്റ്ലി ഇങ്ങനെയായിരുന്നു. ഇതാണ് വിജയവിഷ്ഠാല ടെമ്പിൾ. ഒരു 20 എന്താ പറയുക 20 മീറ്റർ. ദിസ് വാസ് 20 മീറ്റർ ഹൈ റൈറ്റ്? 20 മീറ്റർ ഹൈ. അവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ യു കെൻ സീ ഇങ്ങനെ ബ്രിക്സ് ഉണ്ട്. പകുതി ബ്രിക്സും പകുതി സ്റ്റോണാണ്. ബ്രിക്സ് ഒക്കെ ഇങ്ങനെ പൊട്ടി പൊടിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതവർ റീവർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ, അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. എൻട്രൻസ് വന്നത് ദിസ് നോ ഐഡൽ ഇൻസൈഡ്. അത് കാരണം ഇവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. സോ യു ഡോണ്ട് ഹാവ് ടു റിമൂവ് ഷൂസ് ഇടാം. ഓക്കെ. This is a single stone. This is all the monolith stone. Single stone, huh? Oh, wow. It's floating and going. ഇതാണ് 7 പില്ലേഴ്സ് ഉള്ള ആ ഒരു മണ്ഡപം. ഇവിടെയാണ് പണ്ട് ഡാൻസ് ഒക്കെ നടന്നിരുന്നത്. കുറേ റീവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ എന്താ രസം എന്നറിയോ, ഇതില് ഈ ഡിസൈൻസ് നോക്കാം കണ്ടോ. ഈ ഡിസൈൻസ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മഴവെള്ളം വീഴുമ്പോൾ നേരെ ഇതിലേക്ക് വന്ന് തുള്ളി തുള്ളിയായിട്ട് അകത്തേക്ക് പോവില്ല. അതിൻ്റെ അകത്ത് കണ്ടോ നമ്മുടെ എന്താ പറയുക ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ട്. ഡാൻസ് ഉണ്ട്. ദെൻ ഇവിടെ പീകോക്കാണ്. ഇതൊക്കെ സാരി പല്ലൂസിലൊക്കെ വരുന്ന ഡിസൈൻസില്ലേ, അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ കാവിങ്സ് ആണ്. You can see in the beautiful carving here. On the elephant and the put the tree, the text. Let's close the elephant. Let's take an image, the tree and the Ganesh. Oh. After in the two animals, one side is the bull, cow. One side is elephant. The meaning is the Tony. കണ്ടോ, മനസ്സിലായോ? പകുതി കാളയുടെ ബോഡിയും ഇങ്ങനത്തെ കാളയല്ലേ, അതിന് ഇത് മറച്ചു നോക്കിയേ. ഇത് ഇതാണ് പണ്ടത്തെ കല്യാണ മണ്ഡപം. ഇവിടെ റോയൽ മാരേജസ് മാത്രമല്ല, ഫോർ പബ്ലിക് ഓൾസോ. അങ്ങനെയല്ല, ഫോർ എവ്രിബഡി, ഈവൻ ജസ്റ്റ് കോമൺ ആയാലും. ശരിക്കും ഉണ്ടല്ലോ ബാഹുബലിക്കൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു ഫീലാണ്. യു വിൽ ജസ്റ്റ് നോട്ട് ഇമാജിൻ എത്ര വർക്കാണെന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ പിന്നിൽ. ഇത് കുറേ ഈ പറഞ്ഞ പോലെ റീവർക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് പറയണേ. ദിസ് ഇസ് ദി മെയിൻ ടെമ്പിൾ. ഗർഭഗൃഹ. നമ്മുടെ സാങ്ക്ടം ഇതിന് എന്താ പറയുന്നത്, ശ്രീകോവിൽ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ഐഡിൽ ഇല്ല എന്ന് പറയണത്. പക്ഷെ ഐഡിൽ ഇവിടെ ഇല്ല. ഐഡില് മഹാരാഷ്ട്രയിലാണ്. ജയേഷ് ബാനുവിന്റെ കയ്യിൽ പിടിക്കും.
this is the main temple, ancient temple, but now inside our temple. But this is the idol in the Dwarapalika doorkeeper, Jaya and Vijaya. It is the destroyed Jaya. Yeah, the Buddha is the beautiful and the Balakrishna line. Dancing Krishna, the butter Krishna, the baby Krishna. It is the set butter. one. Oh, different. So they have taken a ceiling. The ceiling all the reworking in the government. The recent. The pillar also old ceiling only news. The rework ചെയ്തല്ലേ? This is the empty sir, but now inside is no idol, no any sound. But it's the idol in the Vitala, no Vahana I can see. Eagle statue. So direct view. Oh, direct. Direct view to the വാഹനം ഈഗിള്. നല്ല രസമുണ്ടല്ലേ കാണാൻ ഈ ഒരു ട്രീ, ഒരു സെൽഫി സ്പോട്ട്. ആ പഴയ മരം. ആ എന്തോ എഴുതിയിട്ടുണ്ടല്ലേ ഓൺ ദാറ്റ് സ്റ്റോൺ, ഈ സ്റ്റെപ്പിന്റെ സ്റ്റോണിൽ. ചെമ്പകം, നമ്മുടെ ചെമ്പകമാണല്ലേ ഇത്? ചെമ്പക മരമാണെന്നാ പറയുന്നത്. 150 years ആയി ഇതിൽ. ഏത് ചെമ്പകം? ആ ഒരു പ്രത്യേക അതിൽ പൂത്തിട്ടുണ്ട്. ആക്ച്വലി ചെറിയ ചെമ്പകത്തിന്റെ പൂ കാണാം, ഒരൊറ്റ ഇല പോലും ഇല്ല. പക്ഷെ നല്ല രസമുണ്ട് ഇവിടുത്തെ ആ ഒറ്റ മരമായിട്ട് നിൽക്കുമ്പോൾ. ഇത് ശരിക്കും ഭജന മണ്ഡപമാണ് ഇവിടുത്തെ. ഇത് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സപ്പോർട്ട് സ്ട്രക്ചർ പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. സൈഡിൽ കണ്ടോ, ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് ഒരു 10 വർഷം മുമ്പ് ഇവർ കുറച്ച് റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് ഇതൊക്കെ. ദിസ് ഇസ് ദി ചാരിയറ്റ്. ഇവിടുത്തെ ഭയങ്കര, ഇപ്പം നമ്മൾ ഹംപി വിക്കിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാരിയറ്റ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഇത് 2 ആനകളെ കാണുന്നുണ്ട് ഫ്രണ്ടിൽ. ഇത് ശരിക്കും ഇപ്പം ഈ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയത്. ആക്ച്വലി ഇതിന് മുമ്പ് ഒറിജിനലി ഉണ്ടായിരുന്നത് കുതിരയായിരുന്നു. ആ കുതിരയുടെ പാല് കണ്ടോ അവിടെ ഉണ്ട്. അതവിടെ നിർത്തിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് ഈ ആന. നമ്മൾ കാണുന്നത് ആക്ച്വലി പ്യുവർ ഫോം അല്ല, ഇതിനെക്കാട്ടിലും എന്തോരം ഭംഗിയിലായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗരുഡൻ്റെ ഐഡിലാണുള്ളത്. ദ വെഹിക്കിൾ ഓഫ് വിഷ്ണു. ആൻഡ് ദീസ് വീൽസ്, ഈ വീൽസ് പലരും ചോദിച്ചു വീൽസ് കറങ്ങുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ. പക്ഷെ ഇത് ആക്ച്വലി താഴെ സിമെന്റ് ഇട്ടിരിക്കുക, ഇത് ഇവിടുന്ന് മൂവ് ചെയ്യില്ല. ദിസ് ഇസ് ആക്ച്വലി ദി കല്യാണ മണ്ഡപല്ലേ. ജസ്റ്റ് വെറുതെ ഒന്ന് ഇരുന്ന് നോക്കാൻ. ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് തൊട്ട് നോക്കുമ്പോൾ ശരിക്കും ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് കട്ട് എടുത്ത മാതിരി ഉണ്ട്. നല്ല തണുപ്പാ. ദാറ്റ്സ് ദി പ്രത്യേകത. ഈ വെട്ടുകല്ലിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇവിടെയാണ് പണ്ട് കല്യാണങ്ങളൊക്കെ നടന്നിരുന്നത്. കോമൺ പീപ്പിൾസ് കല്യാണം. അതാണ്. എന്തൊരു റിച്ച് ആണല്ലേ നോക്കി. ദിസ് ഇസ് ദി ടിക്കറ്റ് കൗണ്ടർ. ഓക്കെ, ഇതിൽ കയറുന്നതിന് മുമ്പ് നമ്മളൊരു പെർ ഹെഡ് 40 rupeesനൊരു ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് ഫ്രീ ആണ്. സോ ഞങ്ങൾ ആക്ച്വലി 4 ടിക്കറ്റ് എടുത്തു. ഇനി ഇവിടെ തന്നെ ആക്ച്വലി ബഗ്ഗി സർവീസസ് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ല. അപ്പോൾ ആ ബഗ്ഗി സർവീസസിൽ കയറി നമുക്ക് പാർക്കിങ്ങിൻ്റെ ആ സ്ഥലത്തേക്ക് പോവാം. ഇതുപോലത്തെ ബഗ്ഗിക്ക് വെയിറ്റ് ചെയ്യാണ്. ഈ ബഗ്ഗിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണിത്. പക്ഷേ ഇവിടെ ഇങ്ങനെ നമുക്ക് സമാധാനമായിട്ട് റിലാക്സ് ചെയ്തിരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. എത്രയാണെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? 20 രൂപ. ബഗ്ഗി വന്നതിന് ശേഷം ഒരു ടിക്കറ്റ് തരുള്ളൂ. 20 rupees. വെരി ചീപ്പ്. എത്രയാന്ന് പറഞ്ഞാൽ 10 രൂപ. ഒരാൾക്ക് 10. താങ്ക് യു. മലയാളിയാ? എവിടുന്നാ? ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? ഞങ്ങൾ തൃശ്ശൂര്.
அவங்க ஒரு சாமி வேண்டிட்டு வருஷம் ஒரு முறை போடுவாங்க. அது நேரத்தே தான் போட்டு போடுவாங்க. அப்புறம் இப்போ அதை பார்த்துட்டு പണ്ടത്തെ വാട്ടർ ടാങ്ക് പോലെയായിരുന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ ഒരു പുഷ്കര വെല്ല്, അവിടെ നിന്നുള്ള വെള്ളം നേരെ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് ഇവിടുന്ന് அது டேட்டு ஆகுவாங்க இல்லையா, ഇതുപോലെ വെള്ളം ഒഴുകി ഈ ഫുൾ ഹംപി നിറച്ച് എന്താ പറയുക വെള്ളം സംഭരിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു ഇത് നിറച്ച്. அது என்னாச்சு கொண்டு போய் வச்சுட்டு வந்து மறுபடியும் ஒரு பெரிய பானை அதில் மோர் செஞ்சு அது ஒரே கையிலுக்கு கொண்டு போய் வைப்பாலாமா. எங்களுக்கெல்லாம் தெரியாது, எங்கள் பாட்டி தாத்தா ഈ കല്ല് കാണുന്നില്ലേ, ഈ അമ്പലമൊക്കെ ഉണ്ടാക്കിയിരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന കല്ലാണിത്. അതിൽ രസം എന്താ അറിയോ, ഞാൻ കാണിച്ചത് ഇതാ ഈ സൈഡിലും ഉണ്ട് ആ സൈഡിലും ഉണ്ട്. അതിൽ ഇവിടെ ഇങ്ങനെ നിറച്ച് വെള്ളം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ആ റിവറിൻ്റെ സൈഡിൽ നിന്ന് എന്താ പറയുക, നമ്മൾ നേരത്തെ കണ്ട അവിടുന്ന് വെള്ളം ഇങ്ങനെ വന്ന് ഇപ്പം നേരെ കൈ കഴുകുക, കയറിയിരിക്കുക കഴിക്കാൻ. അതാ പറഞ്ഞ ഇവിടെ ഇരുന്ന് കഴിക്കാന്നുള്ള മൺതട്ട് പോട്ടിருக்கு. ஏமா உன் பேர் என்ன? பத்ராவா? உன் பேரு? ஆதித்யா. ஆதித்யாவா? இல்லையே, எங்க வீட்டுக்கு வா. இல்ல இன்னி கூட்டிட்டு போறேன். രംഗ ടെമ്പിൾ, എലിഫന്റ് സ്റ്റേബിൾ, ജെയിൻ ടെമ്പിൾ എല്ലാം ഇതിൻ്റെ അകത്താണ്. ഇത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്തു നിന്ന് ഒരു 100 മീറ്റർ ഇപ്പുറത്താണ്. അതായത് ഇതിൻ്റെ ഒക്കെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഇതുപോലെ മോണ്യുമെന്റ്സ് തന്നെയാണ്. ഇതിപ്പോൾ പ്രോപ്പറായിട്ടൊരു സ്ഥലം വരാനൊന്നും അറിയില്ല. സനാന എൻക്ലോഷർ മീൻസ് വാട്ട്? അതൊരു ഈ ഏരിയ ഫുള്ള് മതിൽ കെട്ടിയുള്ളതിനാണ് സനാന എൻക്ലോഷർ. നമ്മൾ യു ആർ ഹിയർ, നമ്മൾ ഇവിടെയാണ്. ഇതാണ് സനാന എൻക്ലോഷർ. സനാന എൻക്ലോഷർ അല്ലേ ഈ സ്ഥലം മൊത്തം? അങ്ങനെയല്ല ഒരു രീതിയില്ല. അല്ല അല്ല അതെവിടെ എഴുതിണ്ടോ? സ്റ്റോൾ എൻക്ലോഷർ, അതായത് ഒരു ഫോർട്ട് പോലെ അങ്ങനെ. ലോട്ടസ് മഹൽ. എലിഫന്റ് സ്റ്റേബിൾ, ഇതാണ് എലിഫന്റ് സ്റ്റേബിൾ. എൻറ്റയർ ആർക്കിടെക്ചറിനാണ് ആക്ച്വലി സ്പെഷ്യാലിറ്റി വരുന്നത്. ഒക്കെ എലിഫൻസിന് ഉണ്ടായിരുന്ന സ്റ്റേബിൾസ് ആണ്, ലൈക്ക് എലിഫൻസിനെ കിട്ടുന്ന സ്ഥലത്തുകളുടെ. അതിലെന്താ വെച്ചാൽ ഓരോരോ ഡോംസ് ഇല്ലേ, അതിൻ്റെ ഓരോരോ ഷേപ്സ് ആണ്. പിന്നെ പില്ലേഴ്സൊക്കെ ഭയങ്കര സിമെട്രിക്കലാണ്. ഓക്കെ, ഇതാണ് ഹംപി. ലോട്ടസ് മഹൽ കഴിഞ്ഞ് അങ്ങ് പുറത്തേക്കുള്ള കുറേ സ്ഥലം. ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ കിടക്കുകയാണ് മോണിമെന്റ്സ്. എനിക്ക് നമുക്ക് ഞങ്ങളൊരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആൾ പറഞ്ഞ പോലെ ഐ തിങ്ക് ഒരു 1 or 2 months വേണ്ടി വരും ഇത്ര. ഇവിടുത്തെ 2500 മോണിമെന്റ്സ്. അവിടെ ഈ എല്ലാ മലയുടെ മുകളിലും ഓരോരോ ചെറിയ ഔട്ട് പോസ്റ്റുകളും അങ്ങനെ ഇങ്ങനെയായിട്ടുള്ള മോണിമെന്റ്സ് ഉണ്ട്. സിഗ്നൽ കൊടുക്കും അല്ലേ? ഓരോരോ ഇതിന്ന് ഇങ്ങനെ സിഗ്നൽ കൊടുക്കും. കുറേ ടവേഴ്സ് പോലത്തെ സാധനങ്ങളുണ്ട്. ഇത്രയും സ്ഥലം ബാക്കി കിടക്കുന്നതാണ്, പൊളിക്കാൻ പറ്റാതെ. അത്രയും സ്ട്രോങ് കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഒരു ഫീലാണ്, ഒരു ഫീൽ. മോർ ദാൻ ആർക്കിടെക്ചർ നമ്മൾ ഇത്രയും കാലം മുമ്പ് ഉണ്ടാക്കിയ ഒരു ഫീലാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞൊരു ചെറിയ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിരുപക്ഷ ടെമ്പിൾ, ഇവിടെ 3:30 തുടങ്ങുള്ളൂ എന്തായാലും. അത് കാരണം ഈ സമയത്താണ് ഏറ്റവും നല്ലത്.
സമയം 4:30 കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ ലേറ്റ് ആയിപ്പോയി. 3:30 തൊട്ട് ഒരു 6 o'clock വരെ ഉണ്ട്. അപ്പോൾ ഇനി വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് അടുത്ത ഡിസ്കവറി ഓഫ് ഹംപി. ഇതുണ്ട്, ഞങ്ങൾ 10 രൂപയ്ക്കൊരു കിറ്റ് വാങ്ങിച്ചു. ആനയ്ക്ക് കൊടുക്കാനുള്ള പഴം. ഇവിടെ ഒരു ആനയുണ്ട്. 10, 10, 20 അല്ലേ. ഇവിടെ നമ്മൾ ഷൂസ് വെക്കണം, സോക്സ് ഊരണം അല്ലേ. വിരൂപാക്ഷ എന്ന് പറയുമ്പോൾ ശിവനാണ്. ആക്ച്വലി ഡേറ്റിംഗ് ഇവിടെ ആക്റ്റീവായിട്ട് വർഷിപ്പൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന അതേ ഇതിൽ തന്നെ പോകണം. കണ്ടോ, ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളതാണ്. ഈ ആർക്കിടെക്ചറിൽ തന്നെ ഒരുപാട് മാത്സ് ഒക്കെ ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ട്രയാങ്കിൾ ഷേപ്പാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ആൻഡ് അത് ഈ ഗോപുരത്തിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്കും ഭയങ്കര ആർക്കിടെക്ചറലി ഭയങ്കര. ഇത് ട്രയാങ്കിൾ ആണെങ്കിലും അതെ അതെ അതെ, ഇത് അല്ലല്ല ഈ ഗോപുരം. പക്ഷെ ഇതൊക്കെ കുറേ വർക്ക് പിന്നീട് ചെയ്തത് തന്നെ. ഇത് ഒരുപാട് പഴയതല്ല. ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ് ഇവിടെ. അതല്ല ഇഷ്ടംപോലെ കുരങ്ങന്മാരാ. ആദ്യം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വാ. കണ്ടിട്ടില്ലേ? കയ്യിൽ വെച്ചു. കാശ് കൊടുത്തു നോക്കി. കാശ് കൊടുക്കാൻ അയാൾക്കല്ല ഇതിന് ഇല്ല. ഇത് പുറത്തേക്കുള്ള വഴിയാ? പോയി നോക്കാം. ಮೇನ್ ಗೋಪುರ ಇದೆಯಲ್ಲ ಸರ್, ಮೇನ್ ಟವರ್ ರಿಫ್ಲೆಕ್ಷನ್ ಆಗ್ತಿದೆ. ಅಪ್ಸೈಡ್ ಡೌನ್ ಇದೆಲ್ಲ ಸ್ವಲ್ಪ റിഫ്ലക്ഷൻ നോക്കാം. കേറി കേറി. ടോർച്ച് അടിക്കും, കാണുന്നില്ല. ഓക്കെ, ഇവിടെ ആകെ ഇരുട്ടാണ്. ಮೇನ್ ಟವರ್ ಸೈಡ್ ഓ ഇങ്ങനെയാണ് ഗോപുരം.
അതായത് അവിടുന്ന് വരുന്ന ഒരു ക്ലോത്ത് ലൈറ്റ് ഉണ്ട്. ഒന്ന് ടോർച്ച് അടിക്കും. സോറി. അത് ഫുൾ ഓപ്പൺ. ഇവിടെ ഇപ്പോഴും തർക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഗോപുരത്തിന്റെ റിഫ്ലക്ഷൻ എങ്ങനെ തല കീഴെ വന്നു എന്നുള്ളതിന്റെ വലിയ തർക്കത്തിലാണ് എല്ലാവരും. ഈ ലെവലിലാണ് സാധനം ഇരിക്കുന്നത്. റൂഫ് നീ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഓട്ടോ വരുന്നത് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും പിടിക്കും. എന്റെ ഫോൺ ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ. ഇവിടെ റൂഫില്ല. റൂഫ് എടുത്ത് കളാ. റൂഫില്ല. റൂഫില്ല. ഇവിടെ ഒരു മതിലാണ് അടുത്തത്. എടാ ഇവിടെ ഇടയിൽ റൂഫുണ്ട്. പക്ഷെ റൂഫിന്റെ ഹൈറ്റിലല്ല കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഓട്ടോ. ഓട്ട റൂഫിനേക്കാൾ ഒരു ഫോൺ കൊടുത്തത്. കാരണം നമ്മൾ മുകളിലേക്ക് കയറിയിട്ടല്ല അതിന്റെ ഉള്ളിലേക്ക് പോയേ. ഇതെങ്ങനെയാണ് അത്രയും മുകളിലേക്ക് കയറിയിട്ടല്ല ഉള്ളിൽ. ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ആയിരിക്കും ഈ ഓട്ടം വരുന്നത്. പുരിഞ്ഞതാ. ഓക്കെ, ഇവിടെ വരെ വന്നിട്ട് നമ്മൾ തുംഗഭദ്ര തുംഗഭദ്ര റിവർ കാണാതിരുന്നാൽ വളരെ മോശമായിരിക്കും. ഇത് നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിന് അതേ ഏരിയയിൽ നമ്മൾ കുറച്ച് നടന്ന് അവിടെ എത്തുമ്പോൾ തുംഗഭദ്ര കാണണം. നല്ല ബെസ്റ്റ് ടൈമാണ് കേട്ടോ. എന്നാ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇവിടുന്ന് നോക്കുമ്പോ നിനക്കൊരു പ്രത്യേകത തോന്നുന്നുണ്ട്. പെട്ടെന്ന് യെസ് കറക്റ്റ്. അത് മാപ്പിൽ കണ്ടിട്ടല്ലേ പറയുന്നത്? സത്യം പറ. ഇത് നോക്കിയ നിങ്ങള് അങ്ങോട്ട് നോക്കിയ ജേ, നല്ല രസമുണ്ടല്ലേ സൂര്യനും ആ അമ്പലവും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ സമയത്താണ് മറ്റേ ഇത് കാണാൻ പറ്റുന്നത്. ആ ഗോപുരത്തിന്റെ നടുവ് കൂടെ കറക്റ്റ് സൂര്യൻ പോകും. നദിയൊന്നും കാണുന്നില്ല. ഉണ്ട്. ഓ നൈസ്. യെസ്, ഇതാണ് തുംഗഭദ്ര. ശരിക്കും ആക്ച്വലി എന്താ പറയാ, ഈ തുംഗഭദ്ര നദിയിലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വിരൂപാക്ഷ ടെമ്പിളിന്റെ അകത്തൊരു കിച്ചൺ ഉണ്ട്. ആ കിച്ചണിന്റെ അകത്തൂടെ വെള്ളം ഫ്ലോ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഡയറക്ട്ലി ഫ്രം ദ നദി. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ട് ആകെ നശിപ്പിച്ചിട്ടുണ്ട്. കാണാൻ ലുക്ക് തന്നെയാ കേട്ടോ. ഈ വലിയ വലിയ കല്ലുകളുടെ ഒക്കെ വലിയ വലിയ കല്ലില്ല, അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നദി ഒഴുകി പോകുന്നത് കാണാൻ ഭയങ്കര ഭംഗി തന്നെയാ. ഇതാണ് ഇവിടുത്തെ നരസിംഹ ടെമ്പിൾ ആകുന്നു. നരസിംഹന്റെ ഒരു വലിയ മോണോലിത്തിക് സ്റ്റാച്ചു ഇവിടെ ഉണ്ട് ഐഡിൽ. ഇറ്റ്സ് ഓൾമോസ്റ്റ് സൺസെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാത്ത. ഹംപിയിൽ ആക്ച്വലി ഒരു വി ആർ ഇൻട്രസ്റ്റഡ് ഒരു 5 days എങ്കിലും വരാൻ. 5 days മിനിമം. ഇവിടെ ഇഫ് യു സ്റ്റേ 1 month യു സ്റ്റിൽ ഹാവ് മോർ ടു സീ. അത്രയും സംഭവം ഇവിടെ ഉണ്ട്. ലക്ഷ്മി നരസിംഹ ടെമ്പിൾ. ആക്ച്വലി ഇതിനൊരു റൂഫ് ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. മോണോലിത്തിക് ആണ്, അതായത് ഒറ്റ കല്ലിലാണ് ഇത് ഈ വിഗ്രഹം പണിഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി നരസിംഹ മൂർത്തി ആണെങ്കിലും what you going to see is just the നരസിംഹ മൂർത്തി, ബിക്കോസ് ലക്ഷ്മി ദേവിയുടെ പകുതി ഒരു കൈ മാത്രമേ കാണാനുള്ളൂ. കുറേയൊക്കെ മ്യൂട്ടിലേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു റൂഫ് ഉണ്ടായിരുന്നു, റൂഫ് കാണുന്നില്ല. പിന്നെ സെർപ്പൻറ്റിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതൊന്നും എന്താ പറയുക, വലിയ ക്ലാരിറ്റി കാണാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ബ്രോക്കണായി, കുറേയൊക്കെ എന്താ പറയുക. പക്ഷേ ആർക്കിയോളജിക്കലി അതുപോലെ തന്നെ ആർക്കിടെക്ചറലി ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചറാണിത്.
കണ്ടോ ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ തന്നെ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഇതുപോലെ കുറേ കടകളുണ്ട് അല്ലേ, ചെറിയ ചെറിയ കടകൾ ഇഷ്ടം പോലെയാണ്. നോക്കട്ടെ ഇത് എത്രയാ? ഒമ്മോ നല്ല വെയിറ്റാണ്. ഇത് എത്രയാ? 1200 madam. ഇത് കൃഷ്ണ கிருஷ்ணா சாஃப்ட் ஸ்டோன் மார்பிள் மாதிரி மார்பிள் மாதிரியே சார். இந்த மாதிரி பெருசா ஆர்டர் எல்லாம் செஞ்சு கொடுக்குவோம் நாங்க. இங்க இருக்கு பாத்தீங்களா இந்த மாதிரி ஸ்டோன். இந்த மாதிரியா? இந்த மாதிரி ஸ்டோன். ഇഷ്ടംപോലെ വെട്ടുകല്ലുകളും പല ടൈപ്പ് ഓഫ് സ്റ്റോൺസും ആണ് ഇവിടെ. അത് കാരണം ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ക്രിക്കറ്റ് കളിക്കുന്ന കുറേ പിള്ളേരെ കണ്ടു. അവരടക്കം സ്റ്റമ്പ് വെച്ചിരിക്കുന്നത് കല്ലാണ്. ഇതുപോലത്തെ കല്ലുകളുണ്ട് കേട്ടോ. അടുക്കളയിൽ ഇതിങ്ങനെ കുഴവി പോലെ കൊള്ളാം.